സെക്രട്ടേറിയറ്റ് സ്തംഭിപ്പിച്ച് ആശാവർക്കർമാർ. വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആശമാരുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചു. മണിക്കൂറുകളോളം റോഡിൽ ഇരുന്നും കിടന്നുമാണ് ഉപരോധ സമരത്തിന്റെ ഭാഗമായത്. സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുകൊണ്ടാണ് ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിൽ പങ്കെടുത്തത്. ഉപരോധ സമരം വൈകിട്ട് 6 മണിവരെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അനിശ്ചിതകാല രാപ്പകൽ സമരം 36-ാം ദിനത്തിൽ എത്തി നിൽക്കവെയാണ് സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുള്ള ആശമാരുടെ സമരം. ഞങ്ങളുടെ ഒരു കുഞ്ഞുങ്ങൾ പോലും രോഗം വരരുത്, അത് ഉദ്ദേശിച്ച് ഗർഭിണികളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം ഈ ജോലി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഈ ജോലി ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ നാടിന് വേണ്ടി ജീവിക്കുന്നവരാ. ഞങ്ങൾക്ക് അതിനുള്ള വരുമാനമില്ല, ഞങ്ങൾക്ക് അതിനുള്ള വേതനം തരുന്നില്ല. ഇനിയെങ്കിലും കണ്ണു തുറക്കുക, ഇനിയെങ്കിലും സർക്കാർ ഞങ്ങളുടെ ജോലി കണ്ടിട്ട് കണ്ണു തുറക്കുക. രാവിലെ 10 മണിയോടെ വിവിധ ജില്ലകളിൽ നിന്നെത്തിയ ആശമാർ പ്രതിഷേധവുമായി സമരഗേറ്റിലേക്ക് നീങ്ങി. തുടർന്ന് റോഡിൽ ഇരുന്നും കിടന്നും പ്രതിഷേധം തീർത്തായിരുന്നു നിയമലംഘന സമരം. പ്രതികൂലമായി ബാധിച്ചാൽ ഞങ്ങൾക്ക് പ്രശ്നമില്ല. കാരണം ഞങ്ങൾ ഇത്രയും തവണ ഞങ്ങൾ 236 രൂപയ്ക്കാണ് ഞങ്ങൾ ജോലി. ഞങ്ങൾക്ക് കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമുണ്ട്. ഞങ്ങളുടെ ഈ ഘട്ടത്തിലേക്ക് എത്തിച്ചത് സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് സമരം ചെയ്ത് ഞങ്ങളുടെ ആനുകൂല്യം കൊണ്ടേ പോകുള്ളൂ. സമാധാനപരമായാണ് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾ ഒരു ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ രീതിയിൽ വന്നതാക്കിയ സർക്കാരാണ്. കെ രമ MLA ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. പൊമ്പിളൈ ഒരുമൈ സമര നേതാവായിരുന്ന ഗോമതിയും സമരത്തിന്റെ ഭാഗമാകാനെത്തി. CPM പ്രാദേശിക നേതൃത്വത്തിന്റെ ഭീഷണി അവഗണിച്ചും സർക്കാർ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ബഹിഷ്കരിച്ചുമാണ് സമരത്തിനെത്തിയതെന്ന് ആശാവർക്കർമാർ പറഞ്ഞു. നമ്മൾ പ്രതിഷേധിക്കുന്നത് നിയമലംഘനത്തിലേക്ക് കടന്നിരിക്കുകയാണ് സമരം. അതെ, അപ്പോൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം. സമരത്തിൽ എല്ലാ ദിവസവും വരുമായിരുന്നു. 35 ദിവസമായിട്ട് വെയിലും മഴയും കൊള്ളയാണ്. വെയിലൊന്നും പ്രശ്നമല്ല. സെക്രട്ടേറിയറ്റ് പരിസരം പുലർച്ചെ തന്നെ പോലീസ് ബാരിക്കേഡുകൾ തീർത്ത് അടച്ചുപൂട്ടി. പ്രധാന ഗേറ്റിൽ കനത്ത സുരക്ഷയൊരുക്കിയിരുന്നു. 100 കണക്കിന് പോലീസ് സംഘത്തെയും സ്ഥലത്ത് വിന്യസിച്ചിരുന്നു. ജനം, തിരുവനന്തപുരം.